Hello my dear sweeties, welcome back to my channel Aiswarya. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്, ഒരു ഹെയർ പാക്ക് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ദാ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, വെറുതെ ഇവിടെ ഇരിക്കുകയാണ്, പുറത്തിരിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഹെയർ കെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഹെയർ ഒരുപാട് മെസ്സിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു നറിഷിങ് ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. മീൻസ് നമുക്ക് നമ്മുടെ ഒരു ഹെയറിന് നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. സോ അതിനനുസരിച്ചിട്ടുള്ള പാക്ക് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ പാക്ക് എല്ലാ ഹെയർ ടൈപ്പും എല്ലാ ഹെയർ പ്രോബ്ലംസിനും ഒരു റെമഡി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഈസി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഈസി ഹെയർ പാക്കാണ്. ഓൾസോ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണ്. ബട്ട് നമ്മുടെ ഹെയർ പാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്ന മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഹെയറിന് വേണ്ടി എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലംസ് എന്താണ്, നമ്മുടെ ഹെയറിന് എന്തൊക്കെയാണ് പ്രോബ്ലംസ്. ഓരോരുത്തരുടെ ഹെയറിന് ഓരോന്നായിരിക്കും പ്രോബ്ലം. മീൻസ് ഫ്രിസ് ആയിരിക്കും കുറച്ച് പേർക്ക്, എനിക്ക് ഫ്രിസി ഹെയർ ആണ്. പിന്നെ കുറച്ച് പേർക്ക് അല്ലാണ്ട് ഡ്രൈ ഹെയർ ആയിരിക്കും, ചിലർക്ക് മറ്റേ സ്പ്ലിറ്റ് എൻഡ്സ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഹെയറിന്. ഹെയർ ഫോൾ ഏകദേശം എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മുടെ ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ നമ്മളിൽ കൊഴിഞ്ഞു പോകുന്ന അത്രയും മുടി നമ്മുടെ ഹെയറിൽ മീൻസ് സ്കാൽപ്പിൽ വീണ്ടും പൊടിക്കുന്നില്ല. അതാണ് നമ്മുടെ ഹെയർ ഫോളിൻ്റെ ഒരു മെയിൻ ഒരു പ്രശ്നം. അപ്പോൾ അതായിരിക്കും മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവുക. പിന്നെ നമ്മുടെ താരൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹെയർ വളരാതിരിക്കാനായിട്ട് ഒരു റീസൺ അല്ല, ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹെയറിന് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയറിനുണ്ടാകുന്ന ഈ പ്രോബ്ലംസിനെ വെച്ചിട്ടുള്ള മെയിൻ റീസണ് നമ്മുടെ ഈ ഒരു കുളിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം, ഒരു വെള്ളത്തിലുള്ള ക്ലോറിൻ്റെ ഒരു ലെവലായിരിക്കും. സോ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തു. മാക്സിമം നമ്മുടെ ഒരു കിണർ അല്ലെങ്കിൽ നമ്മുടെ ഒരു അരുവിയോ തോടോ എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ല ഒരു വെള്ളം കിട്ടുന്ന എന്തുണ്ടോ മാക്സിമം അവിടുത്തെ ഒരു വെള്ളം യൂസ് ചെയ്ത് കുളിക്കാൻ ട്രൈ ചെയ്യുക. നമ്മുടെ ഈ ഒരു ക്ലോറിൻ കണ്ടൻറ്റുള്ള ഈ ഒരു വെള്ളം ഒന്ന് ഒഴിവാക്കുക. നമ്മളിപ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും കിണർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്തായാലും കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും. അത് നമ്മൾ അവിടെ പോയിട്ട് വെള്ളം എടുക്കാനുള്ള മടി കാരണം നമ്മൾ ഈ പൈപ്പിലുള്ള ഈ ഒരു ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര സമയം നമ്മൾ അതുവരെ പോണ ഒരു സമയം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എഫേർട്ട് മാത്രമേ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റുന്നുള്ളൂ. ബട്ട് നമ്മുടെ ഹെയറിന് അത്രയും കേടാണ്, നമ്മുടെ ഹെയറിന് അത്രയും ലോസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു പ്രോബ്ലം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഒരു ഷാംപൂസ്. ഞാൻ ഷാംപൂ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, ബട്ട് ഞാനും ഇടയ്ക്ക് മീൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് നമ്മൾ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്തായാലും ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് സ്യൂട്ടായിട്ടുള്ള ഷാംപൂ ഏതെന്ന് വെച്ചാൽ നമ്മുടെ സ്യൂട്ടായിട്ടുള്ള ഷാംപൂ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് മാത്രം യൂസ് ചെയ്യുക. പല ഷാംപൂസ് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെയറിന് മീൻസ് ഹെയറിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഹെയറിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഷാംപൂ അങ്ങോട്ടൊന്ന് ചൂസ് ചെയ്തതിന് ശേഷം അത് മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാംപൂസ് ഒന്നും അല്ല പറയുന്നത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇതിലുള്ള നല്ല കണ്ടൻറ്റുള്ള ഒരു ഷാംപൂ, ഹെർബൽ ആയിട്ടുള്ള ഷാംപൂസ്. ഹെർബൽ എന്ന് പറയുമ്പോൾ ഹെർബൽ നമ്മുടെ ഒരു പച്ച പടമുള്ള ഒരു ഷാംപൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് നമ്മൾ സൾഫേറ്റ്സും പാരാബിൻസും ഒന്നും ഇല്ലാത്ത നല്ല ഷാംപൂസ് നമുക്ക് ലോ പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ക്രോൺകാരുടെ ഒരു ഷാംപൂ ആണ്. അപ്പോൾ ഒരു ഷാംപൂ നല്ലൊരു ഷാംപൂ ആണ്. ഞാൻ അത് ഇനിയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു ഷാംപൂവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അങ്ങനത്തെ ഷാംപൂസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടീഷണർ ഓൾസോ നമ്മൾ ഈ ഒരു നല്ല കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. ഷാംപൂ ഡെയിലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. ബിക്കോസ് ഷാംപൂ നമ്മുടെ ഹെയറിന് അത്രയും ഡ്രൈ ആക്കുമ്പോൾ കണ്ടീഷണർ കുറച്ച് നമ്മുടെ ഒരു ഹെയർ ഒന്ന് നറിഷ് ആക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറയുമ്പോൾ ഓയിൽ ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓയിൽ ചെയ്യാത്ത എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഞാനും ഇടയ്ക്ക് വെച്ച് ഹെയർ ഓയിൽ ചെയ്യാറില്ലായിരുന്നു. ബട്ട് ഡെയിലി ഓയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹെയർ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തം ഹെയർ മാത്രമല്ല സ്കാൽപ്പിലും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ ഒന്ന് നറിഷ് ആവും. നമുക്കറിയാമല്ലോ നമ്മുടെ ഫേസിൽ തന്നെ ഈ തണുപ്പ് കാലത്തൊക്കെ നമുക്ക് എന്തുമാത്രം ഒരു ഡ്രൈനെസ് വരും, ലിപ്സൊക്കെ ഡ്രൈ ആവില്ലേ, അതിനെക്കാട്ടി ഇരട്ടിയായിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പും ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഹെയർ ഓയിൽസ് യൂസ് ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. വീണ്ടും നമുക്ക് വേറെ കുറച്ച് റീസൺസ് എന്ന് പറയുമ്പോൾ
ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്തുമാത്രം പൊല്യൂഷനാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ വളരെയധികം അങ്ങ് ഒരുമാതിരി ആയി പോകാറുണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഹെയറിലൊക്കെ എന്തുമാത്രം പൊടിയാണ് നമ്മൾ ഈ ഒരു ബസ്സിലൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഹെയർ ഫോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് പറയുമെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ എന്തായാലും ഹെയർ വാഷ് ചെയ്തിരിക്കണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഫുഡ്, ഈവൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് വരെ നമ്മളെ ഹെയറിനെ ബാധിക്കാറുണ്ട്. മീൻസ് നമ്മളെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മുടെ ഹെയർ ഫോളിന് കാരണമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഹെയറിൻ്റെ പ്രോബ്ലംസിന് തന്നെ ഒരുപാട് റീസൺസാണ്, ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ ഹെയർ പൊഴിഞ്ഞു പോകാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഹെയറിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യൂർ, ആ ഒരു സംഭവം നമ്മൾ എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാവർക്കും സ്യൂട്ട് ആവണ സെയിം ഷാമ്പുവോ സെയിം കണ്ടീഷണർ അല്ലെങ്കിൽ സെയിം പാക്ക് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാക്ക് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരാഴ്ച ഫുള്ളായിട്ട് ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും. അത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആയാലും നെഗറ്റീവായിട്ടുള്ള ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് നോക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മളെ ഹെയറിന് നല്ലൊരു ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ നല്ലോണം നറിഷ് ആവുന്നുണ്ട്, ഹെയർ ഗ്രോ ആവുന്നുണ്ട്, ഹെൽത്തി ആവുന്നുണ്ട് എന്നറിയാൻ പറ്റുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ആ ഒരു പാക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. മീൻസ് അതിൻ്റെ കൂടെ പിന്നെയും ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് മാത്രം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഹെയർ നന്നായിരിക്കും. അത് മാത്രമല്ല, വീണ്ടും നമ്മളിപ്പോൾ ചിലപ്പോൾ ആ ഒരു പാക്ക് നമുക്ക് സൂട്ട് ആവത്തില്ലായിരിക്കാം, നമുക്ക് ഹെയർ ഫോൾ കൂടാനൊക്കെ ചാൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളതൊന്ന് അവോയ്ഡ് ചെയ്തതിന് ശേഷം വീണ്ടും പുതിയൊരു പാക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരുപാട് പാക്ക് യൂസ് ചെയ്ത് ഹെയർ അങ്ങ് ലോസ് ചെയ്ത് കളയാനല്ല. എപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നോക്കി വാങ്ങിക്കുക, റിവ്യൂസൊക്കെ നോക്കി വാങ്ങിക്കുക. അല്ലെങ്കിൽ വീട്ടിലുള്ള ഐറ്റംസാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ സ്കിന്നൊക്കെ പോലെ തന്നെ ഒരുപാട് സെൻസിറ്റീവാണ്. ഓക്കെ, നമ്മുടെ സ്കാൽപ്പും ഹെയർ എല്ലാം സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഓരോരോ ഐറ്റംസ്, മീൻസ് നമ്മുടെ ഈ ഒരു ഉള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഉലുവ അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്യുവാണെങ്കിൽ വേറെ ഒന്നും വേണ്ട, പുറത്തുനിന്നുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഹെയർ പാക്കിലോട്ട് പോകാം. ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളഞ്ഞു. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകാതിരിക്കുക. ബെൽ ബട്ടൻ്റെ അടുത്തുള്ള ആ ഒരു ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടാൻ പോണ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇത് ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അളവിന് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ആ ഒരു അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലോട്ട് ഇടുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കുറഞ്ഞു പോയതാണ്. അതിനുശേഷം നമ്മൾ എടുത്തൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ ഒരു ദിവസം അതങ്ങ് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്ത ദിവസമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു അലോവേറയാണ്. അലോവേറയുടെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഈ ഒരു അളവിലെടുക്കണുണ്ടല്ലോ, ഈ ഒരു പീസ്. ഇതും കുറച്ചും കൂടെ എടുക്കണുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ താഴത്തെ പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഇളകിപ്പോയതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേറയാണ്. അത് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് നമുക്കറിയാമല്ലോ എൻ്റെ ജെല്ല് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ. അങ്ങനെ ഒന്ന് നടുക്കൂടെ കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് പോന്തി കൊടുത്തതിന് ശേഷം ആ ജെല്ല് അതിൽ നിന്ന് അങ്ങ് എടുക്കുവാണ്. നമ്മൾ അല്ലാതെ എടുക്കുവാണെങ്കിൽ പിന്നെ അത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതിപ്പോൾ അതിൽ വെച്ച് തന്നെ നല്ലോണം കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഉരച്ചുരച്ച് ജെല്ല് എടുക്കുക. ഈ ഒരു ബൗളിലോട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ ആ ഉലുവ വെച്ചിരുന്ന ബൗളാണ്. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ ഈ ഒരു ബൗൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അലോവേറയുടെ നമുക്ക് ആവശ്യത്തിനുള്ള ജെല്ല് അതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പാടായിരിക്കും, എങ്കിലും നമുക്കിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പാർട്ടും കൂടെ എടുക്കുന്നുണ്ട്. ഇതും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടിനകത്ത് നല്ലോണം ഫ്രഷ് അലോവേറയാണ്. ഞാൻ ഇത്രയും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സവാള എടുത്തിട്ടുള്ളത്. സവാളയെ നമ്മുടെ ഈ ഒരു ഗ്രേറ്റർ ഉണ്ടല്ലോ, ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒന്നിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ
മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ നീര് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം. നമ്മുടെ ആ ഒരു സവാളയുടെ ഹാഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നീര് പുറത്ത് വരുന്നതായിരിക്കും. സോ ഞാൻ അതും അലോവേറയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണ്. അലോവേറ നമ്മുടെ ആ ജെല്ല് നമുക്കറിയാമല്ലോ, നമ്മുടെ ആ ഒരു മുട്ടയൊക്കെ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ആ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഉലുവയുടെ ആ ഒരു നീര് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും കൈ വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദിവസം ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഈ ഒരു സെയിം ഉലുവയിലോട്ട് തന്നെ വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. അങ്ങനെ നമുക്ക് 3 ദിവസം ഇത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വീക്കിലി ഒരു 3 പ്രാവശ്യമൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഹെയറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. നെക്സ്റ്റ് ഇത് നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്താ ഇപ്പോൾ ഈ ഒരു കുറച്ച് കട്ടിയാവും, ജസ്റ്റ് ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. നമ്മുടെ തൈരൊക്കെ ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ അതും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആവശ്യത്തിന് ആഡ് ചെയ്യുക കേട്ടോ, അളവ് പറയുന്നില്ല. ഞാൻ ഇപ്പോൾ 2-3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. സോ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ഇങ്ങനെ ആയി വരും. അപ്പോൾ വീണ്ടും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ബ്ലെൻഡർ ഓയിലുണ്ട് അങ്ങനെ ആയിരിക്കും നല്ലത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. നല്ലൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാവും. നെക്സ്റ്റ് ഞാൻ മുടി നല്ലോണം നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി നല്ലോണം ചിക്കൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ നല്ല ക്ലീൻ ആക്കി കൊടുക്കണം. സോ ഞാൻ മുടിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രഷ് ഇതേപോലെ ഒരു നല്ല പല്ല് അകലമുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം മുടി ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഞാൻ ഓയിൽ, ഇത് പാരച്യൂട്ട് ഓയിലല്ല, ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ അതൊന്ന് സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഹെയർ ഒരുപാട് ഡ്രൈ ആയിപ്പോവും, കൂടുതൽ ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഹെയറിൽ ഫുൾ ലെങ്ത്തിലും ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാടല്ല, ജസ്റ്റ് കുറച്ച് ഓയിൽ ഹെയറിൽ സ്കാൽപ്പിലും ആ ഒരു ഹെയറിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പാക്ക് എടുത്തിട്ടുണ്ട്. പാക്കിനെ ഞാൻ നമ്മുടെ സ്കാൽപ്പിലാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ ബോൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോട്ടൺ ഒന്ന് മുക്കിയതിന് ശേഷം ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ ഇത് അത്ര എളുപ്പമായിരിക്കത്തില്ല, കാരണം സ്പ്രേ ബോട്ടിലാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പാക്കിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സ്പ്രേ ബോട്ടിൽ ഇട്ടതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ബട്ട് സ്പ്രേ ചെയ്യണക്കാട്ടിലും ഇതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഹെയർ ഫോളിനൊക്കെ വേണ്ടിയിട്ടല്ലേ ചെയ്യണത്. നമ്മൾ ജസ്റ്റ് ഹെയർ ഫോൾ പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ മറ്റേ ഹെയർ സ്മൂത്തനിങ്ങിനൊക്കെ ഉള്ള പാക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്പ്രേ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ പാക്കുകൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അതിൻ്റെ റൂട്ടിൽ നല്ലോണം അത് എത്തും. സോ ഫസ്റ്റ് നമ്മളിത് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലവും നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അങ്ങനെ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഹെയറിൽ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യത്തില്ല, അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തത് കുറച്ച് മുന്നിലോട്ടായി പോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാ സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമ്മളിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഈ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ, 20 ഓർ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ബാക്കിയുള്ള ഞാൻ ഹെയറിന് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നീർത്താഴ്ച അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 1 hour വരെ വെക്കാം. 1 hour നിങ്ങൾക്ക് 1.5 ഇങ്ങനെ വെച്ചാൽ വെക്കാം. ബട്ട് ഞാൻ ഇപ്പോൾ 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ. സോ ഞാൻ നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വോളിയം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് അത് നല്ലൊരു വിസ്കസ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെയറിന് നോർമലി ഒരു വോളിയം കിട്ടും. നമ്മൾ ആ ഒരു താളിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ ഹെയർ കുറച്ച് വോളിയൂമിനെസ് ആവും. അപ്പോൾ ഇത് നല്ലൊരു നറിഷിങ് ആയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഹെയർ പാക്ക് ആയിരുന്നു. എൻ്റെ ഹെയറിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വാഷ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. വാഷ് ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാണ് വാഷ് ചെയ്യുന്നത്. ആ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂസ് ഞാൻ അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം. ഞാൻ ഈ ക്രോൺകാരയുടെ അല്ലെങ്കിൽ ആ ഒരു വാവിൻ്റെയൊക്കെ ഷാംപൂസ് യൂസ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല, പുറത്തൊന്നും പോകാത്തതുകൊണ്ട് തന്നെ. ഇനി നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്യാൻ താല്പര്യമില്ല ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കപ്പ് കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലോട്ട് കുറച്ചൊരു 5-6 ഡ്രോപ്പ് നാരങ്ങ നീര് യൂസ് ചെയ്യുക, ഒന്ന് കലക്കി വെച്ചേക്കുക. നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നാരങ്ങ നീര് വെച്ച് മുടി ഒന്ന് കഴുകുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു
സ്മെല്ലൊക്കെ പോയി കിട്ടും. അല്ലാണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആ സ്മെല്ല് തന്നെയാണ് നമുക്ക് ഒരു കുഴപ്പമാവുക. ബിക്കോസ് നമ്മുടെ ആ ഒരു നമ്മുടെ ഉലുവയുടെയും നമ്മുടെ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ സവാളയുടെ ആ ഒരു സ്മെല്ല് അത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാരങ്ങ നീര് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചൊന്ന് കഴുകുക. സാധാരണ പോലെ കുറച്ച് ക്ലീൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടും. ഇനി ഷാമ്പു യൂസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ കണ്ടീഷണർ മൈൽഡായിട്ടുള്ള ഒന്ന് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ നേരെ മറന്നു പോയിരിക്കുക. അപ്പോൾ ഈ അടിപൊളിയ വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ദിസ് ഈസ് ഐശ്വര്യ. ബൈ.